ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഹെൽത്തിന് വളരെ ബെനിഫിറ്റഡ് ആയിട്ട് നമ്മൾ എത്ര കൺസ്യൂം ചെയ്താലും നല്ലതെന്ന് പറയുന്ന കരിവേപ്പില കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ് കാണിക്കുന്നത്. വളരെ ഈസിയാണ്. ഞാൻ ഇതിനെ കഴുകി നന്നായിട്ട് ഒരു തുണിയിട്ട് തുടച്ച് അതിനൊക്കെ അടർത്തിയെടുത്തിട്ട് തണലത്ത് തന്നെ ഉണക്കിയതാണ്. അല്ലാതെ ഇതിനെ നമ്മൾ വെയിലത്ത് വെച്ചിട്ടില്ല. ആ പച്ചിപ്പ് മാറാതിരിക്കുന്നതുണ്ട എന്നാ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അങ്ങനെ നന്നായിട്ട് ഉണക്കിയെടുത്ത് ഇതിന് ഒരു 2-3 ദിവസം ഞാൻ വെച്ചിരുന്നു കേട്ടോ. വെറുതെ ഓപ്പണിൽ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഈർപ്പമൊന്നുമില്ല, എന്താ പച്ചിപ്പ് ഉണ്ടെന്നാണ്. ആ ഹെൽത്ത് അതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഇത് നല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നത്. എല്ലാവരും വാച്ച് ചെയ്യണ ഫ്രണ്ട്സ്. ഇത് ഇഡലിക്കും ദോശയ്ക്കും എടുക്കാം, പിന്നെ പൊടിയായിട്ട്, പിന്നെ സൈഡ് ഡിഷിൽ നമുക്ക് ചോറിൽ എന്തെങ്കിലും കറി തികഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ആദ്യത്തെ ചൂട് ചോറിൽ ഇത്തിരി നെയ്യോ നല്ലെണ്ണയോ കൂട്ടി ഈ പൊടിയും കൂട്ടി കഴിക്കാം. അങ്ങനത്തെ വളരെ ഹെൽത്തിന് നല്ലൊരു സാധനമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിക്കുന്നത്. ഞാനിവിടെ എല്ലാം ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇന്നലെ ഇതേപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പ് തന്നെയാണ്, തോരൻ പരിപ്പ്. ഇത് ഞാനൊന്ന് കഴുകി നല്ല 2-3 കഴുകിയിട്ട് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വിടർത്തി ഒന്ന് ഉണക്കിയെടുത്തു. അതും വളരെ ഇതായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെ ഈ വറുക്കുമ്പോൾ പൊയ്ക്കോളും കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യുന്നു. ഇത്രയും പരിപ്പ് ഞാനിട്ടു. ഒരു അരക്കപ്പിൻ്റെയും താഴെയായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ഇട്ടിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അത് ചൂടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ മണം വരുമല്ലോ. ഇതെല്ലാം ഇതിന് കൂടുതൽ നമുക്ക് നല്ല രസമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉഴുന്ന് വരും കേട്ടോ, ഒരു 2 സ്പൂണ് മാത്രം. ഇതും ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് രണ്ടും ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇത് വളരെ നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ക്ലീനിങ് പ്രോസസ്സ് മാത്രം നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മളെങ്ങനെ ചെയ്യുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെയ്യണം. ഇതിനകത്ത് ഞാനൊരു 10 മുളക് വെച്ചിട്ടുണ്ട്, അതും കൂടെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പൊതുവെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തന്നെ ഈ നൂല് വെച്ച് ഇരിക്കുന്നതാണെങ്കിൽ ഈർപ്പം പോവാതിരിക്കാനായിട്ട് ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അവസാനം വറക്കാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാനത് നിങ്ങളടുത്തൊന്ന് പറയുന്നതാണ്. നമുക്ക് കൂടുതൽ ദിവസം കേടുകൂടാതെ നിൽക്കണമെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് നോക്കണമെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പിടുവാണ്. അത്രയും കല്ലുപ്പായതുകൊണ്ട് നമ്മൾ അധികം കയറ്റിയിട്ടുണ്ട്. അതും കൂടെ ഇടുന്നുണ്ട്. മുളകൊക്കെ മൂത്തതിൻ്റെ മണം വരുന്നുണ്ട്, പരിപ്പ് മൂത്തതിൻ്റെ മണം വരുന്നുണ്ട്. ഇത് മാത്രം മണം മാത്രം ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കരിവേപ്പില റെഡി ആയിട്ടിരിക്കുന്നു. വെറുതെ ഒന്ന് ചൂടാക്കാനായിട്ട്, പൊടി ചുമടി ചൂടാക്കാനായിട്ട് ഞാൻ വെറുതെ ഒന്ന് യോജിപ്പിക്കണമെന്ന് മാത്രം അടുപ്പണച്ച് കഴിഞ്ഞു. ഇത് ഞാൻ ഇന്ന് തണുത്ത ഉടൻ തന്നെ ഞാനിത് പൊടി കൊണ്ടുവരാം. നിങ്ങളടുത്ത് ബാക്കിയും കൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് എനിക്കിങ്ങനത്തെ ഞാൻ ചെയ്യുന്നത് എളുപ്പത്തിലും എന്നാൽ ഹെൽത്തിന് വളരെ നല്ലതുമായിട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. ഞാനിതൊന്ന് തണുക്കാൻ വയ്ക്കട്ടെ. തണുക്കാൻ വെച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് നിങ്ങളടുത്ത് ബാക്കിയും കൂടെ ഫൈനൽ പറയാം. ഞാനിത് എന്തിൻ്റെ കൂടെയാണ് കഴിക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോണത്. അത് ഒരു സീക്രട്ടാണ്. ആ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നുണ്ടാവും. അതുകൊണ്ട് ബാക്കിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന കരിവേപ്പില പൊടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്കാണ് പച്ച കളർ കളയാതെ എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കറി ലീവ്സ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ കാണിക്കാനായിട്ടാണ് കരിവേപ്പിലയാണ്. ഈ ദോശ എന്ന് പറയുന്നത് ചോളം കൊണ്ടിട്ടുള്ള ദോശയാണ്. എത്ര പേർക്ക് ഇത് പരിചയമുണ്ടെന്ന് അറിയില്ല. കേരളത്തിൽ ഞങ്ങളിവിടെ ഇത് തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ ഈ ചോളം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മില്ലറ്റ്സാണ്. ഞങ്ങൾ തെലുങ്കിൽ ഇതിനെ ദൊന്നല് ദോശ എന്നാണ് പറയുന്നത്. ദൊന്നലെന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ ദൊന്നല് ദോശ ഞങ്ങൾക്ക് പണ്ട് മുതലേ, ഞങ്ങൾ കൊച്ചുകാലം മുതലേ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നതാണ്. അതിന് ശരിക്കും ഞങ്ങൾ പൊടി മാത്രമേ വെച്ച് കഴിക്കാറുള്ളൂ. അല്ല ചട്നി ഞങ്ങൾക്ക് വലിയതായിട്ട് ഇഷ്ടമില്ല. അത് കാരണം എല്ലാവരും തന്നെ ഞങ്ങളെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളെ സൈഡിൽ എല്ലാവരും ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. മില്ലറ്റ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ ഞാൻ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പറഞ്ഞു തരും നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. നല്ല ചക്കിലാട്ടിയ നല്ലെണ്ണയാണ്. നിങ്ങളതെല്ലാം ഇതിൽ കണ്ടതിൽ സന്തോഷം. ബൈ. വാച്ച് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.